ഗുരുവായൂർ മേൽപ്പാലത്തിന് താഴെ ടൈൽ വിരിച്ച ഭാഗത്തേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ചുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചു. പാലത്തിന് താഴെ ക്രിമിനലുകളും സാമൂഹ്യവിരുദ്ധരും തമ്പടിക്കുന്നു എന്ന പരാതിയിൽ ചാവക്കാട് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ഫയലാക്കിയ ഹർജിയിൽ ലോക് അദാലത്തിന്റെ തീർപ്പ് പ്രകാരം നഗരസഭയും പോലീസുമാണ് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചത്. ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് വർക്കേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികളായ അജു എം ജോണി, ഇ.ആർ. ഗോപിനാഥൻ, പി.വി. ഗിരീഷ്, കെ.ബി. ജയഘോഷ് എന്നിവരാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയത്. ഒരു വർഷം മുൻപ് ഉദ്ഘാടനം ചെയ്ത പാലത്തിന് താഴെ സൗന്ദര്യവൽക്കരണം നടത്താൻ തീരുമാനിച്ചിരുന്നു. തീരുമാനം നടപ്പിലാക്കാത്തതിനെ തുടർന്ന് പാലത്തിന് താഴെ സാമൂഹ്യവിരുദ്ധരും നാടോടികളും തമ്പടിക്കുകയായിരുന്നു. മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും നാടോടികൾ മാറിപ്പോയിട്ടില്ല. വർഷങ്ങളായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചെണ്ട നിർമ്മാണ നാടോടി സംഘം മണ്ഡല മകരവിളക്ക് സീസണിൽ ഗുരുവായൂരിൽ എത്താറുണ്ട്. മണ്ഡലകാലം കഴിയുന്നതോടെ ഇവർ തിരിച്ചുപോകും. സീസൺ അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നാടോടികളെ ഒഴിപ്പിക്കേണ്ട കാര്യമില്ലെന്നാണ് നഗരസഭയും പോലീസും തീരുമാനിച്ചിരിക്കുന്നത്. പാലത്തിന് താഴെക്കൂടെയുള്ള ഗതാഗത നിയന്ത്രണത്തിനുള്ള മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചു. ആഴ്ചയിൽ ഫോഗിംഗ് നടത്താനും 2 ആഴ്ച കൂടുമ്പോൾ ക്ലോറിനേഷൻ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. പാലത്തിനു താഴെ ലഘുഭക്ഷണശാലകൾ ആരംഭിക്കുന്നതിന് ടെൻഡർ നൽകും. ഇത് സംബന്ധിച്ച് അടുത്ത കൗൺസിൽ യോഗത്തിൽ തീരുമാനമാകും. TCV ന്യൂസ്, ഗുരുവായൂർ.